ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 60 days സ്റ്റഡി പ്ലാനാണ്. ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു റിവിഷനും ഒക്കെ നടത്തി നമുക്ക് നല്ല രീതിയിൽ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 60 day സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം 6 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 6 യൂണിറ്റ്സ് കവർ ചെയ്യുക എന്ന് മാത്രമല്ല, ഈ 60 ദിവസം കൊണ്ട് ഈ 6 യൂണിറ്റ്സ് ജസ്റ്റ് കവർ ചെയ്ത് തീർക്കുക എന്ന് മാത്രമല്ല, ആ ഒരു 6 യൂണിറ്റ്സ് കവർ ചെയ്ത ശേഷം ഒരു നിശ്ചിത ദിവസം നമുക്ക് റിവിഷനും കൂടി വേണ്ടി നീക്കി വെച്ചാൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊരു എക്സാമിന് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, അത് എഴുതി വെച്ചു, അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ലാസ്റ്റ് ടൈം നമുക്കൊന്ന് റിവൈസ് ചെയ്യണം, എങ്കിലും മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ ഈ കാര്യങ്ങൾ ഓർമ്മ വരുള്ളൂ. അപ്പം ഈ 6 യൂണിറ്റ്സ് പഠിക്കാനും അതിനുശേഷം അതിൻ്റെ ഒരു റിവിഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു 60 ദിവസ സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് പഠിച്ചാൽ ഈ 60 ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ 6 യൂണിറ്റ്സ് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ യൂണിറ്റ്സും ഞാൻ ഇത്ര ദിവസത്തേന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പെർട്ടിക്കുലർ ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഡിഫിക്കൽറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ആ യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1-2 ദിവസം റിവിഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു 60 ദിവസ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഒരു 11 ദിവസമാണ് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 11 ദിവസം കൊണ്ട് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിച്ച് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു നല്ല രീതിയിൽ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ ഇനോർഗാനിക് കെമിസ്ട്രി ഒന്ന് കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഓരോ മൊഡ്യൂൾസ് നമുക്ക് എത്ര ടൈം വെച്ചിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസമാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. കേട്ടോ, അപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കൂടുതലും ഇപ്പോൾ ഓർഡർ, ഇപ്പം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കറക്റ്റ് ഓർഡർ, അല്ലെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജിയുടെ ഓർഡർ, അങ്ങനെ ഉള്ള രീതിയിൽ ഓർഡർ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല. എക്സെപ്ഷൻസ് നമ്മൾ പഠിക്കുമല്ലോ, ഓരോന്ന് പഠിക്കുന്ന സമയത്ത് എക്സെപ്ഷൻസ് പഠിക്കുമല്ലോ, ആ എക്സെപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കൂടുതലും ചോദിക്കാം. അപ്പം പഠിക്കുന്ന സമയത്ത് എങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പം ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എക്സെപ്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് കെമിസ്ട്രി ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഇനർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ടും ഒരു 2 ദിവസം മതിയാവും. നമ്മൾ 2 ദിവസം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്ന വഴി ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളർ എക്സിബിറ്റഡ് ബൈ ട്രാൻസിഷൻ ആൻഡ് നോൺ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, ദെൻ അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്, ദെൻ ഒരു 3-4 സ്പീഷീസ് തന്നിരുന്നാൽ അതിൽ കളർ എക്സിബിറ്റ് ചെയ്യുന്നവരാര്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിറ്റർമിനേഷൻ എല്ലാ പ്രാവശ്യവും സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു നമ്മുടെ കെമിസ്ട്രി ഓഫ് ട്രാൻസിഷൻ ആൻഡ് ഇനർ ട്രാൻസിഷൻ എലമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ അതൊരു 2 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഏരിയയാണ്, ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഷുവറായിട്ടും നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കെമിസ്ട്രി. എല്ലാ എക്സാംസിനും എന്തായാലും ഒരു 3-4 ചോദ്യങ്ങൾ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ CFSE കാൽക്കുലേഷൻ ആയിക്കോട്ടെ, ജാൻറ്റലാർ ഡിസ്റ്റോഷനൊക്കെ എല്ലാ പ്രാവശ്യവും നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേഷൻ, CFSE ഡിറ്റർമിനേഷൻ, അതുപോലെ ജാൻറ്റലാർ ഡിസ്റ്റോഷൻ, ഇതെല്ലാം ഷുവറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും എന്ന ഉറപ്പുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഒരു 2 ദിവസം കൊണ്ട്
നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്പ്ലിറ്റിംഗ് പാറ്റേൺസ് ഇൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രലൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ CFSE കാൽക്കുലേഷൻ ആയിക്കോട്ടെ അതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം കോർഡിനേഷൻ കെമിസ്ട്രി 2 ദിവസം എടുത്ത് നല്ല വൃത്തിക്ക് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു 3-4 മാർക്ക് എന്തായാലും അവിടെ നിന്ന് വരും. അത് നമുക്ക് ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, മാർക്ക് മേടിക്കാൻ പറ്റുന്ന ടോപ്പിക്സിൽ നിന്നും ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി 2 ദിവസം കൊണ്ട് നല്ല വൃത്തിക്ക് പഠിക്കുക, പരമാവധി ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി. നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി പോലെ തന്നെ ഒരു 3-4 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി. നമുക്കിപ്പം 18 ഇലക്ട്രോൺ റൂള് അതുപോലെ 18 ഇലക്ട്രോൺ റൂളിൻ്റെ ആപ്ലിക്കേഷൻ സൈഡിൽ നിന്നുമായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇപ്പം നമ്മുടെ മെറ്റൽ ബോണ്ട്സ് കൗണ്ട് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ളതിൽ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്ന സ്പീഷീസ് ഏതാണ്, ആ രീതിയിലുള്ളത്. പിന്നെ വെയ്റ്റ്സ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം എന്തായാലും ഒരു 3-4-5 ചോദ്യങ്ങളും ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ തിയറീസ് നോക്കി വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിൽ ഇഫക്റ്റീവ് ആയിരിക്കും നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ ആ രീതിയിലുള്ള ഈ നമ്മുടെ 18 ഇലക്ട്രോൺ റൂൾ ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ എഴുതി പഠിച്ച് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് എക്സാം ഹാളിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയുടെ ഒരുവിധം പോർഷൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള 2 ദിവസം നമ്മുടെ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ പോർഷൻസ് പഠിക്കാനായിട്ടാണ്. ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടിലുപരി നമ്മൾ ഓരോ ഇപ്പോൾ ഹീമോഗ്ലോബിൻ നമ്മൾ പഠിക്കുന്നു, അല്ലെ ഹീമറത്തിൻ നമ്മൾ പഠിക്കുന്നു, അല്ലെ മയോഗ്ലോബിൻ നമ്മൾ പഠിക്കുന്നു. ഇത് ഓരോന്ന് പഠിക്കുന്ന സമയത്തും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പോയിന്റ്സ് വരെ നമ്മൾ എഴുതുക. അത് നല്ല രീതിയിൽ കാണാതായാലും പഠിച്ചു വെച്ചേക്കുക. ഇപ്പം മെയിൻലി ഇപ്പോൾ ഓരോ ഇപ്പോൾ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഹീമറത്രിൻ, സൈറ്റോക്രോംസ്, ഇത് ഓരോന്നിലും ഏത് മെറ്റൽ സെൻറ്റർ ഏതാണ്, ആ മെറ്റൽ സെൻറ്റർ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ എസെൻഷ്യൽ മെറ്റൽസ് ഏതാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്താ ഡിഫക്ട്സ് നമുക്കുണ്ടാവുക, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി മുഖാന്തരം ഉണ്ടാകുന്ന അസുഖം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ 4 കണ്ടിട്ട് ഇതിൽ റോങ് ഏത് കറക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പം നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും സൈറ്റോക്രോമും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിന്റ്സ് എഴുതി എക്സാമിൻ്റെ ആ ഒരു അടുപ്പിച്ച ടൈമിൽ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസം കൊണ്ട് നിങ്ങൾ പരമാവധി നമ്മുടെ സിലബസിലുള്ള പോർഷൻസ് എവിടെ നിന്നൊക്കെ നോട്ട്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ കളക്ട് ചെയ്യുക. അതിനകത്ത് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതി വെക്കുക, അതൊന്ന് വായിച്ചു പോവുക. പിന്നെ അത് നമ്മുടെ അവസാനത്തെ ആഴ്ചയിലേക്ക് മാറ്റി വെക്കുക. എക്സാമിനോട് അടുപ്പിച്ച് അത് വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഒന്ന് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 ദിവസം എടുത്ത് നമ്മൾ 5 മൊഡ്യൂൾസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മൊഡ്യൂൾസാണ് ഈ യൂണിറ്റ് 1 നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ യൂണിറ്റ് 1 നിന്ന് തന്നെ കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ ഈ 5 മൊഡ്യൂൾസ് നമ്മൾ കവർ ചെയ്തു. പക്ഷെ നമ്മൾ 11 ദിവസമാണ് ഈ ഒരു ഇനോർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ 5 മൊഡ്യൂൾസ് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചോ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു. മുൻകാല പരീക്ഷകൾക്കൊക്കെ ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനോ ഒന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ആ 11ാമത്തെ ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ 11 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരുവിധം റിവിഷൻ അല്ലെങ്കിൽ ഒരുവിധം പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് കടന്നു. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് ഞാനൊരു 9 ദിവസമാണ് ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് ചിലപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ നിന്ന് പുതിയൊരു റിയാക്ഷൻസോ മെക്കാനിസംസോ ഒക്കെ വരുമ്പം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നോ നിർബന്ധമില്ല. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രശ്നം അതാണ്. ഓക്കെ, തെറ്റാൻ സാധ്യത കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്ക് മാർക്ക് പോകാനും സാധ്യത കൂടുതലാണ്. അപ്പം ഓർഗാനിക്കിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെക്കാട്ടിലും ഇനോർഗാനിക്കിനും ഫിസിക്കലിനും വേണ്ടി
ടൈം സ്പെൻഡ് ചെയ്താൽ അതായിരിക്കും നമുക്ക് മാർക്ക് കൂടുതലും വാങ്ങാനായിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 9 ദിവസമാണ് ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട്സ് ആൻഡ് അരോമാറ്റിസിറ്റി ആണ് പഠിക്കുന്നത്. ഇതിൽ ഈ അരോമാറ്റിസിറ്റി, ആൻറ്റി അരോമാറ്റിസിറ്റി, ഹോമോ അരോമാറ്റിസിറ്റി ആൻഡ് നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മുടെ അരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം വരാറുണ്ട്. അപ്പം അരോമാറ്റിക്, ഹോമോ അരോമാറ്റിക്, ആൻറ്റി അരോമാറ്റിക് ആൻഡ് നോൺ അരോമാറ്റിക്കിൻ്റെ കണ്ടീഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട്സ് കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് 2 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ മുന്നത്തെ പ്രാവശ്യങ്ങളിൽ ഈ ഒരു പോർഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോട് കൂടെ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ മൊഡ്യൂൾ റിയേജൻസ് ആൻഡ് നെയിം റിയാക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നെയിം റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടീഷൻസ്, ഇപ്പോൾ ഇന്ന റിയേജൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇന്ന പ്രോഡക്റ്റ് കിട്ടും, അങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കീറ്റോൺ ആണ് ഒരിടത്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ 4 ഓപ്ഷൻസിൽ നിന്ന് കീറ്റോൺ ഏതാണോ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഒന്നിൽ കൂടുതൽ കീറ്റോൺ വരുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഡൗട്ട്സ് വരിക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നെയിം റിയാക്ഷൻസ് പഠിക്കുന്ന സമയത്ത് റിയാക്ഷൻ്റെ കണ്ടീഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക, റിയേജൻസ് ഒക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത് നോക്കി വെച്ചേക്കുക, കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും അത് മാത്രമെങ്കിലും ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നെയിം റിയാക്ഷൻസ്, ഇപ്പോൾ പുതിയ റിയാക്ഷൻസ് ഒക്കെ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 ദിവസമാണ് റിയേജൻസ് ആൻഡ് നെയിം റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട നെയിം റിയാക്ഷൻസും അതുപോലെ തന്നെ റിയേജൻസും അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കും അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ദെൻ അതിനുശേഷം സ്റ്റീരിയോ കെമിസ്ട്രിക്കും 2 ദിവസമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ആറാൻഡസ് നോമൻക്ലേച്ചർ ആണ്. അതെന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ് ആറാൻഡസ് നോമൻക്ലേച്ചർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇനാൻഷ്യൂമേഴ്സ് ആൻഡ് ഡയസ്റ്റീരിയോമേഴ്സ്, ഈ ഒരു പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ആ ഒരു പോർഷൻസ് എന്തായാലും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ 2 ദിവസം നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ കെമിസ്ട്രി ആൻഡ് പെരിസൈക്ലിക് റിയാക്ഷൻസ് 1 ദിവസമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫോട്ടോ കെമിസ്ട്രിയിൽ ജബ്ലോൺസ്കി ഡയഗ്രം എന്തായാലും നോക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ വരുന്നതാണ്. പിന്നെ പെരിസൈക്ലിക് റിയാക്ഷൻസ് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ എത്രത്തോളം നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുക അത്രത്തോളം നോക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ 1 ദിവസമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. എന്തായാലും ജബ്ലോൺസ്കി ഡയഗ്രം സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 1 ദിവസം കൊടുത്തേക്കുന്നത് നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ബയോമോളിക്യൂൾസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ച് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. വലിയ പ്രയാസം ഇല്ലാത്ത കാര്യങ്ങളേ ഉള്ളൂ നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ബയോമോളിക്യൂൾസിനകത്ത്. അതിനകത്ത് ടെർപ്പീൻസ് എന്തായാലും നോക്കി വെച്ചേക്കുക. ടെർപ്പീൻസ് സാധാരണ എക്സാംസിന് സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 ദിവസമാണ് നമ്മൾ നാച്ചുറൽ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 9 ദിവസത്തിൽ 8 ദിവസം കൊണ്ട് നമ്മൾ 5 ചാപ്റ്റേഴ്സ് ഒരുവിധം കവർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 9ാമത്തെ ദിവസം ലാസ്റ്റ് 1 ഡേ നമ്മൾ ഈ 5 ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മുന്നത്തെ പ്രാവശ്യം ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ഏത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 9 ദിവസം കൊണ്ട് നമ്മൾ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയും കവർ ചെയ്തു. ഇനി നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി. ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി പോലെ തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ഒരു ടോപ്പിക്സും സ്കിപ്പ് ആക്കാതെ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 11 ദിവസമാണ് ഫിസിക്കൽ കെമിസ്ട്രിക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് 2 ദിവസം. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ്. പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ലോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തെർമോഡൈനാമിക്സ് നമുക്ക് ആവശ്യം പോലെ ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഹെഡിങ്സ്, ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും അവിടെ വരുന്ന ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക. അതുപോലെ ആ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഇക്വേഷൻസ് ചുമ്മാ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രോബ്ലംസ് കാണുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്തും ആ ഇക്വേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇക്വേഷൻ അറിയാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം പരമാവധി തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഇക്വേഷൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ തെർമോഡൈനാമിക്സ് കവർ ചെയ്യും.
പിന്നീടുള്ള 2 ദിവസം നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. കെമിക്കൽ കൈനറ്റിക്സിലും ഇതുപോലെ തന്നെ നമ്മുടെ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരുടെ റേറ്റ് ഇക്വേഷൻസും ഹാഫ് ലൈഫ് പീരീഡും നിർബന്ധമായിട്ട് നോക്കി വെച്ചേക്കുക. അതുപോലെ ഗ്രാഫുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരാറുണ്ട് കേട്ടോ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്തായാലും റേറ്റ് ഇക്വേഷൻസ്, ഹാഫ് ലൈഫ്, ഗ്രാഫ് അത് നിർബന്ധമായിട്ട് നോക്കുക. ദെൻ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ബാക്കി പോർഷൻസ് നോക്കി പ്രധാനപ്പെട്ട ഇക്വേഷൻസും പോയിന്റ്സും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. 2 ദിവസം കൊണ്ട് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സും കവർ ചെയ്യും. ദെൻ റിമൈനിങ് 2 ദിവസം നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട് നമ്മുടെ ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ നോൺസ് ഇക്വേഷനിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഇലക്ട്രോ കെമിസ്ട്രി. സോ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന സമയത്തും നമ്മൾ പരമാവധി പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് ചാപ്റ്റർ പഠിക്കുക, ചാപ്റ്ററിനോട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് പഠിച്ചു പോവുക. കുറേ തിയറി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് വന്നാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോബ്ലംസ് പരമാവധി വർക്കൗട്ട് ചെയ്ത് പോവുക. ഇനി ഒരു ദിവസം മതി നമ്മുടെ സർഫസ് കെമിസ്ട്രി, കൊളോയിഡ്സ് ആൻഡ് കറ്റാലിസിസ്. അത് നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത, നമുക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. 2, 4, 6, 8, 9 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് മൊത്തം ഒന്ന് കവർ ചെയ്തു. ദെൻ 11 ദിവസമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ബാക്കി 2 ദിവസം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ചിലവഴിക്കുക? നമ്മുടെ റിവിഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഇപ്പോൾ ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ റിവിഷൻ നടത്തുമ്പം ആദ്യത്തെ ദിവസം നിങ്ങൾ പരമാവധി പഠിച്ച് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി പോവുക, ഇക്വേഷൻസ് എല്ലാം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. അടുത്ത ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പരമാവധി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഇഫക്റ്റീവായിട്ട് എക്സാം പേപ്പറിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 11 ദിവസം കൊണ്ട് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയും കവർ ചെയ്തു. അടുത്ത നമ്മുടെ തിയോറിറ്റിക്കൽ കെമിസ്ട്രിയാണ് അടുത്ത യൂണിറ്റ്. അതിന് വേണ്ടിയിട്ട് 10 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ദിവസം എടുക്കുക. ക്വാണ്ടം മെക്കാനിക്സ് കുറേ പേർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് കണ്ടുപിടിക്കുക. നമ്മുടെ എനർജി കാൽക്കുലേഷൻ, അതുപോലെ eigen values, eigen functions അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസൊക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് കവർ ചെയ്യുക. ദെൻ 2 ദിവസം കൊണ്ട് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ പോർഷൻസ് കവർ ചെയ്യുന്നു. ദെൻ മോളിക്കുലാർ സിമിട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾ പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒക്കെ നോക്കി വെച്ചേക്കുക. ദെൻ ക്യാരക്ടർ ടേബിൾ, GOTയുടെ ആപ്ലിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരമാവധി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ സ്പെക്ട്രോസ്കോപ്പി എന്തായാലും നമ്മുടെ എല്ലാ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ചോദ്യങ്ങളൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3, 4, 5 ചോദ്യങ്ങൾ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും ചോദിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സും അതിൻ്റെ കണ്ടീഷൻസും, അതുപോലെ തന്നെ ഇപ്പോൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കട്ടെ. NMR, ESR അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ സ്പെക്ട്രോസ്കോപ്പി പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2 ദിവസം സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുക. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഇൻ കെമിസ്ട്രി, അതിനുവേണ്ടി 1 ദിവസം. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ സൈഡ് നമ്മുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല 1 ദിവസം മതി. അപ്പോൾ നമുക്ക് ആ 3 ദിവസം കൊണ്ട് സ്പെക്ട്രോസ്കോപ്പിയുടെ ഏരിയ പോർഷൻസ് എല്ലാം നമുക്ക് ഒരുവിധം കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ള 1 ദിവസം നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ 5ാമത്തെ മൊഡ്യൂൾ അനലിറ്റിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രി വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പെട്ടെന്ന് പഠിച്ച് എടുത്തു പോകാൻ പറ്റുന്ന ടോപ്പിക്സേ കൊടുത്തിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരു 7 ദിവസമാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ 1ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് 2 ദിവസം എടുക്കാം. അതിനകത്തുള്ള പോർഷൻസ് എല്ലാം വായിച്ചു നോക്കി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ദിവസം എടുക്കാം. പിന്നെ ബാക്കി 4 ചാപ്റ്റേഴ്സും നമുക്ക് അത്ര ലെങ്തി അല്ല, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്. നമ്മുടെ സെപ്പറേഷൻ ടെക്നിക്സ് ആയിക്കോട്ടെ, ഓപ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആയിക്കോട്ടെ, ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ്, ദെൻ തേർമൽ ആൻഡ് റേഡിയോ കെമിക്കൽ മെത്തേഡ്സ്, അതിനകത്തെല്ലാം വലിയ ടോപ്പിക്സ്, ഒത്തിരി ടോപ്പിക്സ് ഒന്നും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് വായിച്ചു പോയി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബാക്കി 4 ചാപ്റ്റേഴ്സിനും ഓരോ ദിവസം വെച്ചിട്ടാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റിമൈനിങ് ഇപ്പോൾ 6 ദിവസം നമ്മൾ 5 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. ആൻഡ് റിമൈനിങ് 1 ദിവസം നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് എടുക്കാം. ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ച പോയിന്റ്സ് എല്ലാം ഒന്നും കൂടി ഒന്ന് വായിച്ച് ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ,
ദെൻ അടുത്ത നമ്മുടെ അവസാനത്തെ യൂണിറ്റ്, ആറാമത്തെ യൂണിറ്റിൻ്റെ പേര് സം സെലക്ടഡ് ടോപ്പിക്സ് ഇൻ കെമിസ്ട്രി ആണ്. അതിനകത്താണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രി, മെറ്റീരിയൽ കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, പോളിമേഴ്സ് ആൻഡ് മെഡിസിനൽ കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ഈ മെറ്റീരിയൽ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി ഒക്കെ പുതിയതായിട്ട് നമ്മുടെ കുറച്ച് വർഷങ്ങളായിട്ട് മാത്രം നമ്മുടെ പരീക്ഷകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ആറാമത്തെ മൊഡ്യൂളിലുള്ളത്. നമുക്ക് ജസ്റ്റ് വായിച്ചു പോയി പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് അതൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. വലിയ നമ്മളിപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയോ ഓർഗാനിക് കെമിസ്ട്രിയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയോ ഒക്കെ പഠിക്കാൻ എടുക്കുന്ന പോലെ അത്ര ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അത്ര ഒരു ഔട്ട്പുട്ട് അല്ല ഇൻപുട്ടോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക, നോട്ട്സ് എഴുതി വെക്കുക, ഒന്ന് റിവൈസ് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ആറാമത്തെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള ഈ 5 മൊഡ്യൂൾസ്. അപ്പോൾ ഓരോ ദിവസം വെച്ചിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് 5 ദിവസം കൊണ്ട് നമുക്ക് 5 മൊഡ്യൂൾസ് ഈസി ആയിട്ട് കവർ ചെയ്യാം. ആൻഡ് അവസാനത്തെ ഒരു ദിവസം നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഇത്രയും ദിവസം 54 ദിവസം കൊണ്ടിട്ട് നമ്മൾ 6 യൂണിറ്റ്സ് ഒരു ഏകദേശം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ 60 ദിവസത്തിൽ 54 ദിവസം കൊണ്ട് ഏകദേശം നമ്മുടെ മൊഡ്യൂൾസ് 6 യൂണിറ്റിലുള്ള മൊഡ്യൂൾസുകൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവിഷൻ പോലെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. അതാണ് നമ്മുടെ ഈ 54 ദിവസം കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പഠിച്ചു പോയ സമയത്തും ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് പ്രയാസമുള്ളതായിരിക്കും എന്നുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള പോർഷൻസും കാണും. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇപ്പം ഒരു 5% ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് പാടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി 90% അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 80% ടോപ്പിക്സ് നമുക്ക് പഠിച്ചതായിരിക്കും, നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ ആ ടോപ്പിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാണ്ട് നമ്മളിപ്പം 15% ടോപ്പിക്സ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ 10% ടോപ്പിക്സ് ഒന്നും നോക്കിയിട്ടില്ല, അപ്പോൾ അതിനെ ബോധേഡ് ആവണ്ട, അതിനെക്കുറിച്ചിട്ട് നമ്മൾ ബോധേഡ് ആവണ്ട. നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് പരമാവധി ഇഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഓക്കെ, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇനിയുള്ള ഈ 54 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ലാസ്റ്റ് 6 ഡേയ്സ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവസാനത്തെ 6 ദിവസം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ പുതിയ നമ്മൾ വിട്ടുപോയ ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്സ് അതൊന്നും പഠിക്കാൻ വേണ്ടിയല്ല അവസാനത്തെ 6 ദിവസം. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് എക്സാം ഹാളിൽ നമുക്കത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഇഫക്റ്റീവ് ആക്കാനായിട്ടുള്ള ടൈമാണ് ഈ അവസാനത്തെ 6 ദിവസം. അപ്പോൾ ഈ അവസാനത്തെ 6 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ അവസാനത്തെ 6 ദിവസം നമ്മൾ ഇതുവരെ പഠിച്ച ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ പരമാവധി ടൈം യൂസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീവിയസ് ഇയർ വർഷങ്ങളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മിനിമം 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ ടൈം വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. ഒരു ദിവസം ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ എത്ര ടൈമാണോ നമ്മുടെ എക്സാം, ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇരുന്ന് ആ ടൈം കീപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ എക്സാം ഹാളിൽ പോയിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ 6 ദിവസം കൊണ്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ പോയിരുന്ന് നമുക്ക് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 6 ദിവസം പരമാവധി നിങ്ങൾ റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പരമാവധി ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള കെമിസ്ട്രി സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ പുതിയ ടോപ്പിക്സുകളൊന്നും പഠിക്കാനിരിക്കേണ്ട, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് മതി. അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തറവാക്കി ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ 60 ദിവസം കൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാൻസിൽ ഇപ്പോൾ എഴുതുന്നവരുണ്ടായിരിക്കും, അവർക്ക് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇപ്പം പഠനം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 60 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.